ജീവനക്കാരുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഭരണ നേട്ട സന്ദേശം അയച്ചതിൽ ഹൈക്കോടതിയിൽ സർക്കാരിന് വൻ തിരിച്ചടി. കൂടുതൽ സന്ദേശങ്ങൾ അയക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കോടതി വിലക്കേർപ്പെടുത്തി. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന രൂക്ഷ വിമർശനം നടത്തിയ കോടതി ഇനി സന്ദേശങ്ങൾ അയക്കില്ലെന്ന് ഉറപ്പു നൽകണമെന്നും നിർദ്ദേശിച്ചു. സ്പാർക്കിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾക്ക് എന്തു സുരക്ഷ എന്നാണ് ഹൈക്കോടതിയുടെ ആദ്യ ചോദ്യം. വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ മറുപടി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എവിടെ നിന്നാണ് സന്ദേശങ്ങൾ അയക്കാനുള്ള നമ്പറുകളും മറ്റും ലഭിച്ചതെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വീണ്ടും ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമാന സന്ദേശം വരാറുണ്ടെന്നും സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും സർക്കാർ ന്യായീകരിക്കാൻ ശ്രമിച്ചു. സർക്കാർ ആനുകൂല്യം പറ്റാത്തവർക്കും സന്ദേശം അയച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്ത് സന്ദേശം അയച്ചു എന്നതിനേക്കാൾ വിവരങ്ങൾ ചോർന്നു എന്നതാണ് കൂടുതൽ ഗൗരവതരം. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ഡേറ്റ ചോർന്നിട്ടില്ലെങ്കിൽ അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തണം. ഇനി കേസ് പരിഗണിക്കുന്ന വെള്ളിയാഴ്ച വരെ സമാന വിധത്തിലുള്ള സന്ദേശങ്ങൾ അയക്കില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചു. മുഖ്യമന്ത്രി ഒഴികെയുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.